ആ ബെസ്റ്റ് കേട്ടോ. നൈസ്. നിങ്ങൾക്ക് മറ്റേ ക്യാമറ കാണിച്ചു തരാം. ഫുള്ള് കോട കണ്ടോ ഗൈസ്, കണ്ടോ. കണ്ടോ ഗൈസ്, പക്ക ശരിക്കൊരു ട്രക്ക് കേട്ടോ. എന്തെവിടെ ഉണ്ടായി? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു PC ടൈപ്പ് ഗെയിം മൊബൈൽ ഫോണിൽ കളിക്കാൻ പോവുകയാണ് ഗൈസ്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ കൂടി എൻജോയ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അയ്യോ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് സൗണ്ട് കേൾപ്പിച്ചാലേ സുഹൃത്തുക്കളെ. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സൗണ്ട് ഉണ്ടോ? ശേ, സെറ്റിങ്സ് ട്രക്ക് സൗണ്ട് ഇത്ര മതി. നല്ല ഒച്ചയുണ്ടല്ലോ. ഇത്ര ഒച്ച വേണ്ട. ഇത് മതിയോ? അപ്പോൾ എന്താണ് കേസ്, നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ സൗണ്ട് പറയുന്നത്. ഞാൻ ബ്രേക്ക് പിടിക്കാം, അപ്പം എനിക്ക് കേട്ടോളൂ കേസ്. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും തിരിയില്ല, അപ്പോൾ നമുക്ക് പോകുമ്പോൾ ശരിക്കും തിരിയൂ. അപ്പം നമുക്കിനി ആദ്യം ലോഡ് എടുക്കാൻ പോകണം സുഹൃത്തുക്കളെ. ട്രെയിലർ എടുക്കാൻ പോകണം. നല്ല റിവേഴ്സ് എടുക്കാം സുഹൃത്തുക്കളെ. ഇതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ ബാക്ക് എടുക്കും സുഹൃത്ത്? റിവേഴ്സ് എടുക്കാൻ കുറച്ച് മുട്ടിട്ടാ. പതിയെ ഇത് ഇങ്ങോട്ട് പാർക്കാക്കുമ്പോൾ ഒന്നും പണിയിട്ടിട്ട് ഇപ്പോൾ റിവേഴ്സ് എടുക്കാനും മുട്ടാൻ പാടി ഭ്രാന്ത്. പയ്യെ നൈസായിട്ട് ചാർത്തിന്ന് തോന്നുന്നില്ല. ചാർത്തില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇനി ഒടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റിവേഴ്സ് എടുക്കാം.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഗൈസ് അടുത്ത് നമുക്ക് നേരെ നമ്മൾ ലോഡ് എടുക്കാൻ പോവാം. അപ്പം നമുക്ക് ഇത് വേണ്ട ഗൈസ്, ഇത് 82 ടണ്ണ് വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് വേണ്ട. 8 ടണ്ണ് ഇത് വേണ്ട. കുറച്ച് വില കൂടിയിട്ടുള്ള ഇതും വേണം, ലോഡും വേണം, പക്ഷെ എത്ര ടണ്ണും വേണ്ട. അതാണ് നമുക്ക് ഇത് വേണ്ട. ഇത് പിന്നെയും 29 ടൺ ബെസ്റ്റ്. ഇത് വേണ്ടേ വേണ്ട. ഇത് പിന്നെ 41 ടൺ തീരെ വേണ്ട. ഷിറ്റ്. ഇത് 26 ടണ്ണ്. ഇത് കുറച്ചും കൂടി ടണ്ണ് കുറഞ്ഞതുണ്ടാപ്പാ. 26 ടണ്ണ്. പൈസത്തെ 26 ടൺ 12 ടൺ 6.729 ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇത് ശരിയാവില്ലല്ലോ. എന്ത് ചെയ്യും? ഒപ്പിക്കാം. എടുത്തേക്കല്ലേ, നമുക്ക് ശരിയാക്കാം. ഓക്കെ. അപ്പം നമ്മൾ സക്സസ്ഫുള്ളായി ഈ ജോബ് എടുത്തിരിക്കുന്നു. അപ്പോൾ അടുത്ത ഈ ട്രെയിലർ ലോഡാക്കണം. ലോക്കാവട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ട്രെയിലർ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിലർ ലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം സുഹൃത്തുക്കളെ. ട്രക്കിന് ഭയങ്കര സൗണ്ട്. ഇപ്പോൾ ട്രക്കിന് ഇത്ര ഇയേഴ്സ് കൊണ്ട് മതി. എന്താ കുറച്ചും കൂടി കുറക്കാം, സേഫ്. ഇയർ വെച്ചാൽ മതി, അത് സേഫ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന സുഹൃത്തുക്കൾ നല്ല വണ്ടി എടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത്. ഇതെന്തിൻ്റെ ലോഡാണ് സുഹൃത്ത്? ഇത് ഓട്ടോമോട്ടീവ് പാർട്സ്. 26 ടണ്ണ്, ഏകദേശം 368 കിലോമീറ്റർ. ജോബ് ഇൻകം 6729. ടൈം 8 മണിക്കൂർ 23 മിനിറ്റ്. പിന്നെ ഇത് വേഗം എത്തും, കാരണം ഇത് ഭയങ്കര മറ്റേ പവർ കൂടിയ വണ്ടിയാണ്. ഈ ഗെയിമിൽ ഏറ്റവും പവർ കൂടിയ വണ്ടിയാണ് ഇത്. അപ്പം ഇത് വേഗം പോവാം. ബെസ്റ്റ്. നിന്നെ ഞാൻ എന്തെന്നാക്കിനടാ. ഇതാണ് പറഞ്ഞത്, നോക്കിയിട്ട് ഓടിക്കണം. ഒന്ന് ഞാൻ പോയിക്കോട്ട്. സ്റ്റോപ്പ്.
ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി ഒടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുത്തനിലൊക്കെ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് സ്പീഡ് എടുത്തിട്ടെങ്കിൽ നമ്മൾ രണ്ടാമത് താഴേക്ക് തന്നെ വരുന്നതായിരിക്കും. യെസ്, മഴ. ഇപ്പോൾ വിൻഡോ വെക്കാം, എന്നിട്ട് വൈപ്പർ ഓൺ ആക്കാം. വണ്ടി നമുക്കില്ലേ, വണ്ടി എപ്പോഴാണ് കഴുകും അന്നേരം തന്നെ മഴ വരും. അതാണ് ഗൈസ് ഇപ്പം എല്ലാം. പിന്നെ ഫുള്ള് മുട്ടൻ വളവാണ് സുഹൃത്തുക്കളെ. യെസ്, നിങ്ങൾക്ക് ബ്രേക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. യെസ്, വിൻഡോ താത്ത് കുറച്ച് കഴിയുമ്പോൾ വിൻഡോ താക്കാം. അപ്പം നിങ്ങൾ കേട്ടോ കേട്ടോ. ഭയങ്കര മഴ സുഹൃത്തുക്കളെ, ഭയങ്കര മഴ. പയ്യെ പയ്യെ പതിയെ പയ്യെ പയ്യെ. നല്ല തട്ടാതെ മുട്ടാതെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയാൽ മതിയായിരുന്നു. നമുക്ക് എണ്ണ അടിച്ചിട്ട് തന്നെ പോവാം, അതാ സേഫ്. ഒരു ലിറ്ററിന് 1.86 പൈസ. ഇപ്പം നമുക്ക് 1300 ലിറ്റർ പേരുണ്ട്, കുഴപ്പമില്ല ഗൈസ്. അപ്പം നമുക്ക് വേഗം 80 കേട്ടോ. 80 മാക്സിമം സ്പീഡിലിടാം. മുട്ടില്ല. വണ്ടി കയറുന്നില്ല. നിങ്ങൾക്ക് ഈ വിൻഡോ താത്തെങ്കിൽ കറക്റ്റ് ഒച്ച കേൾക്കും സുഹൃത്തുക്കളെ. അതോടെ നിങ്ങൾക്ക് കറക്റ്റ് ഒച്ച കേൾക്കാൻ പറ്റും. ബ്രേക്കിൻ്റെയും ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ എല്ലാം. കേട്ടാ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ശരിക്കും ഒരു ട്രക്കിലുള്ളത് പോലെ തന്നെയാണ് ഇതിൽ ഗെയിമിൽ കൊടുത്തിട്ടുള്ളത്. കേട്ടാ ഗൈസ്, ബ്രേക്ക് പിടിക്കുമ്പോൾ വെച്ചാ
ഇപ്പോൾ ഗൈസ് മഴ പോയിട്ടുണ്ട്. ഗൈസ് നമുക്ക് ആ കാറിന് ഓവർടേക്ക് ആയിട്ടോ. ഓൻ എന്നെ മുമ്പിൽ കയറണം. ഓൻ എത്ര വലിയ ഡ്രൈവർ ആയിക്കണ്ട. മുട്ടില്ല. ഏകദേശം നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. ഇല്ലേനും പോകണം അത്ര മെയിൻ റോഡിലെത്താൻ. ഇത് ചെറിയൊരു മെയിൻ റോഡാണ് സുഹൃത്തുക്കളെ. പയ്യെ 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 ബ്രേക്ക്. ഈ സ്ഥലം ഇങ്ങനെ ഒരു അടിപൊളിയല്ലേ. ഒരു പച്ചപ്പും വലിയ കൂറ്റം പാറ. നമ്മൾ പാറ വെച്ചാൽ ഇപ്പോൾ വണ്ടിയുടെ മുമ്പ് പോയി നമ്മൾ ഉമ്മ വെച്ച് കൊടുക്കേണ്ടി എത്തി. ചെറിയൊരു കുറച്ചിലുണ്ട്. സ്പീഡ് എടുക്കണം കേസ്, അല്ലെങ്കിൽ സ്പീഡ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും മേലോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ കൃഷി സ്ഥലം ഉണ്ടായല്ലോ. ഇതോടുത്തു കാണുന്നില്ല. അതായി ഗൈസ്, ഇതാ കൃഷി സ്ഥലം. ബ്രേക്ക് 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 ബ്രേക്ക്. മൂട്ടിക്കൊണ്ടല്ലോ. ഓവർടേക്ക് ചെയ്യുമ്പോൾ അപ്പുറത്ത് വണ്ടി ഇരുന്നിട്ട് നമ്മൾ കിസ് ചെയ്യും കേസ്. അതുകൊണ്ട് നമുക്ക് ഓവർടേക്ക് വേണ്ട, നമുക്ക് ആരെയും കിസ് വേണ്ട. അങ്ങനെ എൻ്റെ ബാക്ക് ഒരു ഉമ്മ കൊടുത്തല്ലോ വീട്ടിൽ. വേണ്ട, ഓന് ഇഷ്ടപ്പെടില്ലെങ്കിലോ. ജസ്റ്റ് നൈസായിട്ട് കയറാൻ കഴിയും നോക്കാം. കയറി വളവ് നിർത്തൽ പ്രശ്നമാണ്. അയ്യോ റിവേഴ്സല്ല, സോറി. ഇതിന് ന്യൂട്രലിട്ടിട്ട് നല്ല ബാക്കോട്ട് ഗിയർ തട്ടുമ്പോൾ റിവേഴ്സ് പോകും ഗീസ്. അത് സംഭവം എനിക്ക് ഇതുവരെ മനസ്സിലാക്കാം. ഗൈസ് നമ്മളെ വണ്ടി പാട്ടിലുണ്ട്, പക്ഷേ വേറെ ഏതോ ഭാഷയിലായിരിക്കും. പക്ഷെ പാട്ട് വേണ്ട ഗൈസ്. ഇതിപ്പോൾ ഗൈസ് നമ്മുടെ മാപ്പ് കാണുന്നില്ല. പണിയായി ഗൈസ്, നമുക്ക് പണിയായി. അപ്പോൾ എന്ത് ചെയ്യുക, വളരെ സ്ലോ ആക്കുക, വണ്ടി ഓഫാക്കുക, എന്നിട്ട് വണ്ടി ആദ്യം ഓണാക്കുക. ഗൈസ് മാപ്പ് വന്നു. ഇത്രയും പണിയില്ലേ മാപ്പ് ഉണ്ടാക്കാൻ.
നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. സ്മൂത്തായിരുന്നു ഗൈസ്, നല്ല സ്മൂത്തായിട്ടുള്ള ടേണിങ്. അല്ലെങ്കിൽ അപ്പോൾ ഞാൻ ഈ ഗെയിം കളിക്കുമ്പോൾ ഈ വണ്ടി ഈ സൈഡിൽ നിന്ന് എപ്പോഴും ചാർത്തും ഗൈസ്. ഇന്ന് വീഡിയോ ഇടുന്നുണ്ടോയെന്നറിയില്ല, ഈ വണ്ടി ഇതുവരെ ചാർത്തില്ല. നേരത്തെ മറ്റേ പഹയം വന്ന് ചാർത്തിയതില്ല, വേറെ ആരും ഇതുവരെ ചാർത്തില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഒരു മുത്തൊക്കെ കൊടുക്കാറുണ്ട് വണ്ടിക്ക്. ഏതാ വേണ്ട വേണ്ട, എൻ്റെ വണ്ടി പോകും. ഇതാ കേസ് കുണ്ടി കുലുക്കിക്കൊണ്ട് പോകുന്നു. കേസ് നമ്മൾ ഡീസലാണ് കേസ്, നമ്മൾ കുണ്ടിയൊന്നും കുളിക്കാറില്ല. നമ്മൾ വണ്ടിയുടെ തല മാത്രമേ കുളിക്കാറുള്ളൂ. കണ്ടാ, വണ്ടിയുടെ തല മാത്രമേ നമ്മൾ കുളിക്കാറുള്ളൂ. നമുക്ക് ആ കുണ്ടിക്കാരനെ പിടിച്ചാലോ? അങ്ങനെ പിടിക്കാനില്ല കേസ്, നമുക്ക് അവനെ ഓവർടേക്ക് ചെയ്യാം. നോക്കാം, സ്പീഡേ കയറൂ. പോട്ടെ 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 പോട്ടെ. തൽക്കാലം റോങ് സൈഡിൽ പോകാതെ സേഫ്. ചെറിയ ചെറിയ ഗ്രാമല്ല. ആ ഞാൻ പറഞ്ഞേ, ചെറിയ ചെറിയ ഡിവൈഡറിലൊക്കെ ഞാൻ പോയിട്ട് ചെറിയ ചെറിയ മുത്തം കൊടുക്കാറുണ്ടെന്ന്. ഒരു മിനിറ്റ് ഗൈസ്, വണ്ടി എന്തോ ആയിട്ടുണ്ട്, നോക്കട്ടെ. ഗൈസ് വണ്ടി ഒന്നും ആയിട്ടാ, പക്ഷേ വണ്ടിക്ക് മുട്ടൻ ചളി, വേറൊന്നും കുഴപ്പമില്ല. അതാണ് ഗൈസ് നമ്മുടെ വണ്ടി. ഇതാണ് നമ്മുടെ ലോഡ്. ആ കട്ട ചളി, ചോക്ലേറ്റ്. ഗൈസ് ഇത് കാണുമ്പോൾ എനിക്ക് താമരാക്ഷം പിള്ളിത്തായ ഡയലോഗ് ഗൈസ് ഓർമ്മ വരുന്നത്, ആ ട്രാഫിക്കിൻ്റെ. ഗൈസ് നമ്മളെ കൊണ്ട് ആർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, വണ്ടി എടുത്തിട്ട് വേറെ സ്ഥലം വിടാം. ഗൈസ് അടുത്ത മഴ, ഈ മഴനെ കൊണ്ട് കണ്ട ഗൈസ്, വിൻഡോ വെക്കുമ്പോൾ കറക്റ്റ് വെച്ചാൽ ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ കണ്ടോ ഗൈസ്, കേട്ടോ കേട്ടാ, ബ്രേക്ക് കുടിക്കും കണ്ടോ, ബ്രേക്ക് കുടിക്കുമ്പോൾ അത്ര അച്ചില്ല. അപ്പോൾ ഗൈസ് നമുക്ക് വിൻഡോ പൊക്കി നേരെ നമുക്ക് വണ്ടി എടുക്കാം. ഇന്നെന്തൊരു മഴ കുറച്ച് കൂടുതൽ. നമുക്ക് മാക്സിമം ഇടി ചാർത്താതെ ഉമ്മ വെക്കാണ്ട് കൊണ്ടുപോകണം ഗൈസ് വണ്ടിയില. ഉമ്മ വെച്ചാൽ നമ്മുടെ വണ്ടി ഡാമേജ് ആവും. ഗൈസ് എനിക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ കഴിയും ഗൈസ്, എനിക്ക് അലർജിയാണ്. ഇതിനുള്ളിലേക്ക് പോയാലും ഒന്നും തിരുവില്ല സുഹൃത്തുക്കളെ, കാരണം ഓരോ സ്ഥലവും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്പീഡെല്ലാം കുറയേണ്ടി വരും. കണ്ടാ, ഇനി അങ്ങോട്ട് വളയും. ആ സ്ഥലം വേട 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 പോടേ നീ പോടേ.
കേസ് നമ്മൾ 122-123 km/h സ്പീഡിലാണ് പോകുന്നത്. JCB കണ്ടെയ്നർ ബസ്, 2 ബസ് മത്സരം തോന്നുന്നു കേസ്. ഏതവനോ നമ്മുടെ നേരത്തെ ഇതാക്കിയല്ലോ, ഓൻ ബാക്കിൽ പോയി തോന്നുന്നു. സോറി. ഇനി നമ്മൾ അടുത്തതായി റൈറ്റിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് പോകാൻ കഴിയില്ല. പക്ഷേ ഇതാണ് ഗൈസ് നമ്മുടെ പമ്പ്, പെട്രോൾ പമ്പ്. ഇതാണ് പറയുന്നത്, ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ വേറെ ഇടി നോക്കരുത്. പോടായ് അവളേട്ടെ. അതിശക്തമായ മഴ സുഹൃത്തുക്കളെ. കാരണം ഇടിവാള്. ഇവിടെ പോവാൻ അയ്യോ സ്പീഡ് എടുക്കാം, സേഫ് അല്ല. അപ്പം റൈറ്റിലേക്ക് വിട്ടാം, ഇവിടുത്തെ സ്പീഡ് എടുക്കാം. പുല്ലുമൺ അല്ല മഴ നല്ലോണം തെന്നുന്നുണ്ട്. ഒന്നുമില്ല, സേഫ്. ആ സേഫ് അല്ല ഗീസ്, ചെറുതായി തട്ടി. ഹെഡ്ലൈറ്റ് ഓഫ് ആക്കാം. ഇവിടെ നിന്ന് നമുക്ക് സ്പീഡ് എടുത്തൽ പണിയാണ്. മഴ പോയി. ഇവിടുന്ന് റൈറ്റ് ഇത് ഒരു ബെൻഡാണ്. സ്പീഡ് കുറച്ചിലെടുത്തിട്ടെങ്കിൽ എനിക്ക് ഓരോരോ മുത്തം കിസ് കൊടുക്കേണ്ടി വരും. ഡിവൈഡറിനെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓരോ കിസ് കൊടുക്കേണ്ടി വരും. സേഫായിട്ട് മീതെത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് പറപ്പിക്കാം. അവിടെ ന്യൂട്രലല്ല. ഓക്കെ, പോയി. നമുക്ക് ആ മഞ്ഞ വണ്ടിയെ പിടിക്കാൻ നോക്കാം. മഞ്ഞ കാർ മാക്സിമം പിടിക്കാൻ നോക്കണം. മഞ്ഞ, പച്ച, ചുവപ്പ്, ഇതൊന്ന് ട്രാഫിക് ലൈറ്റാ. സ്പീഡ് കയറട്ടെ. നമുക്ക് ഈ 3 വണ്ടിയിൽ പിടിച്ചിട്ട് നമ്മിന്ന് ഇതിനൊക്കെ പിടിക്കണം. അടുത്ത ചുവപ്പ് പിടിക്കണം. നിങ്ങൾ ഞാൻ പിടിച്ചിട്ട് ഇവിടുന്ന് പോകും. സിക്സ്ത് ഗിയർ. ഇത് നമ്മൾ പറക്കും. ഡേ എന്താ പടാ സോന അനുസരണുണ്ട്. പോകാൻ പറഞ്ഞപ്പോൾ പോയി. പോണു. നമ്മളെ കാറിൽ കൊടുത്ത് കാണുന്നില്ലല്ലോ.
കാറിൽ നമ്മളെ പേടിച്ചിട്ട് നേരത്തെ പോയി തോന്നുന്നു. JCB അല്ലേ പോണത്? അതെ, JCB തന്നെ. JCBന് വട്ടം വെച്ചാലാ ഈ വെള്ള സാധനത്തിന്. പോട്ടെ. ഓ ഇല്ല, മാന്യൻ ഇല്ലിക്കായിട്ട് പോകുന്നു. വലിയ JCB ഡിവൈഡിന് 2 ചെറിയ മുത്തം കൊടുത്തിട്ടുണ്ട് ഗേസ്. നമ്മുടെ ചുവപ്പ് കാറ് ഗേസ് നമ്മൾ മുമ്പിൽ പോന്നു. നിന്നെ ഞാനിന്ന് കൊല്ലുവരെ കുരുത്തം കേട്ടാ തന്നെ ഗേസ്. അതിന് മുമ്പിൽ പച്ച. അങ്ങോട്ടെ ചോപ്പേ ബൈ. പച്ചേ ബൈ. മഞ്ഞയും ബൈ. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് എല്ലാം തീർന്നിരിക്കുകയാണ്. സേഫ്. ടോളെത്തി. ടോള് അല്ല, ടോളല്ല. സിയിൽ ടോളൊക്കെ ഉണ്ട്. ഇവരാ രണ്ടും ഞാൻ ഭയങ്കര പ്രോ ഡ്രൈവറാ ഗൈസ്. ഞാൻ ഭയങ്കര പ്രോയാ. മണമുള്ള പോന്നല്ലി മുടിയിൽ ചൂടി മാണിക്കുട്ടി നീ എൻ്റെ മനസ്സു തുള്ളി മുടി. പഞ്ചാര പായസമുണ്ടെന്ന മഴത്ത് പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണു വയ്ക്കും. പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണു വയ്ക്കും. ഞാൻ പ്രോ ആണ് സുഹൃത്തുക്കളെ, ഞാൻ പ്രോ ആണ്. മിക്കവാറും ഇപ്പോഴും പ്രോ അല്ലാതാവും. അയ്യോ 145 km/h. 144 ഒന്ന് ഞാൻ കൂട്ടിയിട്ട് സുഹൃത്തുക്കളെ. കണ്ടോ യവന്മാർ ഇങ്ങനത്തെ പണിയുണ്ട്. ഒന്ന് റൈറ്റ് പോടേ. ചെറിയൊരു ഉമ്മ. ഒന്ന് ലെഫ്റ്റ്. നമുക്കിപ്പോൾ ഒരു കപ്പൽ കയറിയുണ്ട് കേസ്. നമുക്കിപ്പോൾ ഷിപ്പ് കയറ്റിയിട്ട് ഇതാക്കണം. വണ്ടി വേറെ നാട്ടിലേക്ക് എത്തിക്കാനുണ്ട്. ആ വണ്ടിയുടെ ഒച്ചയ്ക്ക് കണ്ടിട്ടില്ലേ? 6 ഇയർ നമുക്ക് കയറാൻ സമയത്ത് നമ്മൾ ഈ ശരിക്കും ട്രക്കിലുണ്ടായില്ല ഒരു മുകളിൽ കണ്ടോ? മണമുള്ള പോകുന്നുള്ളി മുടിക്ക് ചൂടി മാണിക്കുട്ടി നീ മനസ്സു നുള്ളി പഞ്ചാര പായസം കൊണ്ടുന്ന മാസത്തിൽ നിന്നെ കണ്ട് കണ്ണു വയ്ക്കും. അതിവിശാലമായൊരു ഗ്രാമം. കപ്പലിൻ്റെ ഒച്ച എന്ത് വലിയ ഒച്ച.
വീട് നമുക്ക് ന്യൂട്രലിട്ട് വായിക്കുന്നത് ഗൈസ് സേഫല്ല. വെറുതെ എന്തിനാ എണ്ണ കൊടുക്കുന്നു? എണ്ണ ഇത്ര കത്തിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഈ ന്യൂട്രലിൽ തന്നെ അടുത്ത് നമുക്ക് ഒരു 80 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും. വെറുതെ എന്തിനും സ്പീഡ് പോയിട്ട് ബ്രേക്ക് ചെയ്ത് ഇതായിരിക്കുന്നു. കണ്ടോ ഗൈസ്, ന്യൂട്രൽ ഇടുമ്പോൾ വണ്ടിയുടെ വെച്ചാൽ ബ്രേക്ക് പിടിക്കും. കണ്ടോ, ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് ഇടുന്നുണ്ട്. കണ്ടോ ഒരു എയർ റിലീസ് ആവുന്നതൊക്കെ. ഫുൾ കോട ഏക്കട മഞ്ഞിൻ കൃഷി. നമ്മളുടെ കപ്പലിൻ്റെ സ്ഥലത്ത് പക്ഷേ എനിക്ക് വണ്ടി ഹമ്പൊക്കെ തൊടുന്ന് കാണിച്ചു തരാം. കപ്പലിൻ്റെ ഒച്ചേക്കുന്നുണ്ടോ? ഹമ്പുള്ളല്ലേ. നിങ്ങൾക്ക് ഔട്ട് സൈഡ് വ്യൂ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് മറ്റേ ക്യാമറ കാണിച്ചു തരാം. ഫുള്ള് കോട കണ്ടോ ഗൈസ്, കണ്ടോ. കണ്ടോ ഗൈസ്, പക്ക ശരിക്കൊരു ട്രക്ക് കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ കപ്പൽ. ഇനി അടുത്ത സ്ഥലത്തിട്ട് കാണാം കേട്ടോ. വണ്ടി നേരെ പോയി കാണാം. നമ്മളിത് അക്കരയിട്ടാണ് എത്തിയത്. ബോട്ടിൻ്റെ സ്പീഡ് കുറച്ച് കുറവാന്ന് തോന്നുന്നു. അക്കരയിട്ടെത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി കണക്കാം. സൈക്കിൾസ് ഒക്കെ ഭയങ്കര ചെലുക്കും. സൈക്കിൾസ് താക്കാം. ഗൈസ്, കപ്പലാൾ ശരിയില്ല, ഭയങ്കര ഒച്ച. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ അടുത്ത മറ്റേ അക്കര എന്ന് പറയുന്നത്. ഇപ്പുറം പുഴ. അയ്യോ ഈടാണ് ഗൈസ് ഡ്രൈവ് ചെയ്യാൻ നല്ല വൈബ്.
പോട്ട് 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 പോട്ട്. ആ വെരി ഗുഡ്. യോ ക്യാമറ. ഇതിന് നല്ല അടിപൊളിയാക്കി കേസ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മടുക്കൂല. കേസ് ഫ്ലാറ്റ്. ഇതിന് അങ്ങോട്ട് ഫുള്ള് ചെറുതായിട്ടുള്ള ഹെയർ പിന്നാണ് സുഹൃത്തുക്കളെ. ഫുള്ള് വണ്ടി കൊച്ച കൂടിയിട്ടുണ്ടോയെന്നൊരു സംശയം. ഇല്ലല്ലോ, പിന്നെന്താ? ഒച്ച കുറക്കാം ഗൈസ്. അപ്പം നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാം. പിന്നെ ഫുള്ള് കുത്തയിലെ കയറ്റവും ഇറക്കലാണ് ഗൈസ്. ഈ റോട്ടിൽ നിന്ന് ഞാൻ അധികം ഉമ്മാൻ കൊടുക്കല എല്ലാവർക്കും, കാരണം കൺട്രോൾ കിട്ടില്ല ഗൈസ്. സ്ലീപ്പിംഗ് ഓപ്ഷൻ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഗൈസ് കുറ്റം പാറ. ജെ സി ബി ഇതെന്താ? ഇത് ജെ സി ബി അല്ല, ഇത് വേറൊന്നും സാധനമാണ്. മുമ്പിൽ ബക്കറ്റ് കഴിഞ്ഞു, മറ്റേ ബാക്കത്തെ മാതുന്ന സാധനമില്ല. എൻവയോൺമെൻറ്റിൻ്റെ ഒച്ച കുറക്കാം, മ്യൂസിക് കുറക്കാം, ട്രെയിലർ സൗണ്ട് കുറക്കാം. ട്രക്കിൻ്റെ സൗണ്ട് ഫുള്ളൊക്കെ വിട്ട്. വേണ്ട ഫുള്ള് വേണ്ട. ആ ഇത്ര മതി. ഇവിടെ ഒരു ഹമ്പ് ഉണ്ടല്ലോ. എവിടെ? ഇവിടെ ഒരു ഹമ്പ് ഉണ്ട്. വേർ ആർ യു? ഇവിടെ അല്ല, അതെ ഗൈസ് ഹമ്പ്. ഓക്കെ സ്മൂത്ത്. ഇതാ ഗൈസ് റോഡ് റോളറും മറ്റേ സാധനവും. ഗൈസ് അടുത്ത സ്ലീപ്പിംഗ് ഓപ്ഷൻ. ഗൈസ് കല്ലും കയറ്റി കൊണ്ടുപോകുന്നു. നമുക്ക് ഫുള്ള് സ്പീഡ് എടുക്കാം ഗൈസ്. എനിക്ക് ഇതൊന്നും കയറും തോന്നുന്നില്ല. ഗൈസ് ഇതിലേ പോവാം. മറ്റേ റോഡ് ഭയങ്കര ബോറിംഗ് ആണ്. ഇവിടെ കുറച്ച് ഹമ്പെല്ലാം ഉണ്ട്. വെർ ഈസ് ദ ഹമ്പ്? ഹമ്പേ ഗൈസ് ഹമ്പ്. ഒന്നുകൂടി ഉണ്ട്. ഓക്കെ ഇപ്പം 2 തുള്ളിയിട്ടുണ്ട്. നമുക്ക് നേരെ വിടാം. ഗിയർ ചേഞ്ച്. മണമുള്ള പോകുന്നില്ല. മണമുള്ള പോകുന്നില്ല. മുടിയിൽ ചൂടി സ്റ്റാർട്ടർ. മണിക്കൂട്ടി നീ എൻ്റെ മനസ്സുനുള്ളി.
ഇവിടെ ഒരു ഹമ്പ് വേണമല്ലോ. ഐറ്റ കേസ് ഐറ്റ എന്നാലും മറ്റേ റോഡ് കേസ് മറ്റേ സാധനം എല്ലാം റോഡ് പണി തന്നെ നമ്മുടെ കേരളം പോലെ. ഗൈസ് ഫുള്ള് കോട. ഗൈസ് ഇവിടെയാണ് ഹമ്പില്ലത് മല്ലപ്പോ. വണ്ടിയുടെ ആട്ടം അയ്യോ. കാറിന് ഒരു നല്ല രീതിയിലൊരു മുത്തം കൊടുത്തിട്ടുണ്ട്. ട്രെയിലറിൻ്റെ ആട്ടം ശരിയാക്കാൻ പോണ്ടായിരുന്നു. നമ്മൾ ട്രക്ക് കിടക്കുന്ന കിടപ്പ് കണ്ട പ്രാന്തൻ. എന്ത് കള്ളുടിച്ചിട്ടായിരുന്നു ഇവനെല്ലാം പ്രാന്ത്. പറഞ്ഞിട്ട് വരില്ല. മുട്ടിയത് മുട്ടി. നമുക്ക് പോയസ് ഗൈസ് ഇരുട്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഹെഡ്ലൈറ്റ് ഇടാം. അയ്യവാ ഗൈസ് ഹമ്പ് ഹമ്പ് ഹമ്പ്. ഇനി ഇപ്പോഴില്ല. ഇനി ധൈര്യത്തോടെ പോവാം. ഗൈസ് നമുക്ക് ഇൻറ്റീരിയർ ലൈറ്റ് ഇടാം. ഇൻറ്റീരിയർ ലൈറ്റ് ഇടാം ഗൈസ്. വണ്ടിയുടെ നല്ല വട്ടാണ്. വേണ്ട, രാത്രി ഇടാം, അത് സേഫ്. ഇതല്ലേ ഏടുത്തവൻ ഇങ്ങനെ പോകുന്നു. ഗൈസ് ഓനെ പറ്റില്ല. ഞാനവന് ഗ്യാപ്പ് കൊടുത്ത് വണ്ടി അങ്ങോട്ട് വലിയുന്നില്ല. ടണ്ണ് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. അയ്യോ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ഒരു റോഡുണ്ട്. അതിലെ നമുക്ക് പോകണം. ഷെത്തിറ്റൈസ് വലതൊടിയട്ടെ ഇടതൊടിയട്ടെ. വല്ല പാണ്ടി എന്തോ ഗ്യാസ് കൊണ്ട് പോകുന്ന സുഹൃത്തുക്കളെ. യെസ് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ നിന്നല്ല. ഈ ഒരു വളവ് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു ടേൺ ഉണ്ട്. അതിലാണ് നമുക്ക് പോകേണ്ടത്. നൈറ്റ് എവിടെയും കടന്നുറങ്ങണം. നമ്മൾ ഡ്രൈവറിന് ഉറക്കാൻ വരലായി. ഈ റോഡ് ബസ് ഇതിലെ പോയി കുറച്ചുകൂടി വൈബാണ് ഗൈസ്. മറ്റേ പോയി ഡയറക്റ്റ് മെയിൻ റോഡ്. ഇതാകുമ്പോൾ കുറച്ച് മറ്റ് നമ്മളെ ഗ്യാപ്പ് റോഡെല്ലാം ഉണ്ട്. ഗൈസ് ഇൻറ്റീരിയർ ലൈറ്റ് ഓണാക്കാൻ സമയമായി. യാ ഗൈസ് പോട്ടെ 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 പോട്ടെ. ഒരു ഷെയ്ക്കിങ് ഇല്ലത് പോലില്ല ഗൈസ്. സംഭവം വേറെ ഒന്നല്ല.
ചെറുതായിട്ടൊന്ന് മുഖത്തതാ. അതാ റോഡിൻ്റെ കുഴപ്പം. നമുക്ക് ഇങ്ങോട്ട് പോകണം, അതിലേ പോയി ശരിയാവില്ല. ഇങ്ങോട്ട് പോയിട്ട് അപ്പുറത്തേക്ക് കയറണം, മെയിൻ റോഡിലേക്ക് കയറണം. ഇവിടുന്ന് വളഞ്ഞൊടിയണം. വളച്ചൊടിച്ച് ഇനി ഇവിടുന്ന് ലെഫ്റ്റിലോട്ട്. റോങ് സൈഡ് നമ്മുടെ പഴയൊരു വീക്ക്നെസ് ആയതുകൊണ്ട് നമുക്ക് റോങ് സൈഡ് കയറാം. ഒരുത്തന്നെ വരാതെ മതിയായിരുന്നു. യെസ്, സേഫായി, ഒരുത്തനുമില്ല. അപ്പോൾ നമ്മുടെ ലോഡ് ഇറക്കേണ്ട ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇതല്ല, ഇതാണോ നോക്കട്ടെ. ശരി, ഇതായിരിക്കണേ. ഇത് തന്നെ. അപ്പോൾ ഡാമേജ് പെനാൽറ്റി 618 പോയി. പിന്നെ ടൈം പെനാൽറ്റി 1738 പോയി. ബാക്കി 4973 ഗൈസ്. എനിക്കൊരു സംശയം, ഈ ഗെയിം കളിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈമ കിട്ടിയെങ്കിൽ നമ്മളിപ്പോൾ കോടീശ്വരനാവട്ടെ ഗൈസ്. അപ്പം എന്തായാലും അടുത്ത ലോഡ് എടുക്കാൻ നോക്കാം. ധൈര്യ വൈപ്പർ ഉണക്കി ഇവിടുന്ന് താഴത്തെ വില്ലേജിലേക്ക് ഒരു ലോഡുണ്ട് ഗൈസ്. ലോഡ് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലോഡ് എടുക്കാണ്ട് പോകും ഗൈസ്. റിവേഴ്സ് എടുത്തിട്ട് തന്നെ ഇതാക്കണം. ഇതല്ല ഇതുമല്ല. താലേക്ക് ഇതന്നെ. എത്ര 2000 14 ടണ്ണ്. ഇങ്ങോട്ട് വേറെ ഇതുണ്ട് 14 15 ടണ്ണ് 14 ടണ്ണ് 15. ഇതെടുക്കാം ഗൈസ് നമുക്ക്. ഗെറ്റ് ജോബ്. ചെക്കൻ ഉറക്കം തൂങ്ങി മോനെ. ഉറക്കം തൂങ്ങല്ല മോനെ, വണ്ടി കുത്തും. എവിടെയെങ്കിലും ചെക്കനെ പോയിട്ട് ഉറക്കണം നമുക്ക്. ഇതിൽ ലെഫ്റ്റ് എടുത്തിട്ട് പോയിട്ട് അവനെ ഉറക്കിയിട്ട് വന്നാലാ, ഇതാണ് സേഫ്. നമ്മൾ ഫുള്ള് റോങ് സൈഡിൻ്റെ ആളല്ലേ. ഇപ്പോൾ റോങ് സൈഡ് ഉള്ള കാര്യമൊന്നുമല്ല. ഇന്ത്യക്കാർക്ക് എന്ത് റോങ് സൈഡ്? ഇവിടുന്ന് ലെഫ്റ്റ് വേണ്ട, ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുന്ന സേഫ്. എടുത്തേക്കും ഒന്ന് പോടെ ബസ്സേ. ഞാൻ വന്നു, ട്രാഫിക് ജാമായി. ഇല്ല ട്രാഫിക് ആയിട്ടാ. പെട്ട് കാറേ അതിൻ്റെ അപ്പുറത്ത്. ഒന്ന് എടുത്ത് പോടേ. ഇവനെല്ലാം നമ്മളെ റോക്കറ്റ് ഇട്ട് ഇളക്കണം. ഇവിടെ ഒരു സ്ലീപ്പിംഗ് ഓപ്ഷൻ വേണമല്ലോ. ഇതിൻ്റെ അപ്പുറം തോന്നുന്നു. അതെ ഗൈസ്, ഇവിടെ ഒരു സ്ലീപ്പിംഗ് ഓപ്ഷൻ ഉണ്ട്. ഗൈസ്, ഇവിടെ സ്ലീപ്പിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഉറങ്ങി രാവിലെ കാണാം കേട്ടോ. അപ്പം ബൈ ഗൈസ്. അപ്പം ഗൈസ്, ഇപ്പം രാവിലെ നേരം വെളുത്തിട്ടുണ്ട്. ഏകദേശം വെളുത്തിട്ടുണ്ട്. വേഗം ഈ ലോഡ് ഇറക്കാം കേട്ടോ.
ഒടിയട്ടെ ഒടിയട്ടെ. ഒടിയില്ല ഗൈസ്, മുമ്പ് എന്തോ സാധനമുണ്ട്. ഇത് എൻ്റെ വണ്ടി അങ്ങനെ ഒടിയില്ല. എനിക്ക് വളച്ചെടുക്കാം. നല്ല റിവേഴ്സ്. ലെഫ്റ്റ്, ഇവിടെ നിന്ന് ലെഫ്റ്റ്. പണിവാളി. കണ്ടെയ്നർ അവിടെ തട്ടി. കുറച്ച് റൈറ്റ് എടുത്തിട്ട് എടുക്കണം. അതിന് പോവും. അയ്യോ. ഓക്കെ, പോട്ടെ 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 പോട്ടെ. മുമ്പിൽ സുനക്ക് തട്ടൂലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ താഴത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നേരം വെളുക്കലേ. കപ്പറം ബോയ്സ്. നല്ലൊരു ഉമ്മും കൊടുത്തിട്ടുണ്ട് ഗൈസ് എല്ലാവർക്കും. പാറക്കും കൊടുത്തു. നല്ല ആരുടെ ട്രാഫിക് ആക്കിയത്? മെല്ലെ കയറി വെക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ എനിക്ക് കയറിയായിരുന്നു. ഇവനെ മെല്ലെ തട്ടിച്ചാടിയല്ല. അപ്പോൾ മോനെ ഇപ്പോൾ ഗൈസ്, കുറച്ച് നേരത്തേക്ക് നമ്മുടെ വണ്ടി JCB കൺവേർട്ട് ചെയ്തിരിക്കുന്നു. ബസ് എവിടെ പോകും? പോ ലോറി, പോടാ, പോ മോനെ, പറഞ്ഞേക്ക് പോ. നീ എങ്ങോട്ട് പോ? ഇനി അങ്ങ് ഒന്ന് പോടാ. നമുക്ക് ഈ ഗ്യാപ്പിലേ കയറാൻ കഴിയും. നോക്കാം, ഇതിൽ കയറാൻ പറ്റും. പറ്റും ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി. എത്ര JCB? 2 അല്ല 3 ഗൈസ്. 3 കുഞ്ഞ് JCB. നല്ല കുറച്ച് റിവേഴ്സ് എടുത്തിട്ടേക്ക് മുട്ടും. പയ്യെ അപ്പം ഞാൻ രക്ഷപ്പെട്ടു. അല്ല, ഞാൻ കയറുമ്പോൾ തന്നെ ഓനും കയറണം. നടക്കൂല മോനെ. അല്ലാ, ഇനി ഞാൻ ഇവിടുന്ന് കയറ്റണമല്ലോ. ഒറ്റ ഹാൻഡ് ബ്രേക്ക്, ന്യൂട്രൽ, ഫുൾ പ്രഷർ, ഹാൻഡ് ബ്രേക്ക് റിലീസ്, ഫസ്റ്റ് ഗിയർ. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട്. ഗേസ്, ഇടയ്ക്കിടയ്ക്ക് ഈ ലോറിക്ക് വണ്ടികളെ കാണുമ്പോൾ ചെറിയൊരു ഇളക്കുണ്ട് ഗേസ്. അതൊക്കെ ശരിയല്ല. റൈറ്റ്. ഗേസ്, നമുക്ക് നോക്കിയെടുക്കണം, അല്ലെങ്കിൽ തട്ടും. അയ്യോ, പണിപാളി. ഫ്രണ്ട് തട്ടിയതുപോലെ. ഇപ്പോൾ ശരി ഗൈസ്. ഫ്രണ്ട് ഒരു സുന്നക്കൊരു കുത്തി. ഇത് നമുക്ക് സ്പീഡ് വിടാം. ഫുൾ ഇറക്കാണ്.
നേരം വെളുത്തു തുടങ്ങി, സൂര്യൻ കിഴക്ക് ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് സ്പീഡ് എടുത്താൽ ശരിയാവുമോ? 1 days റിസ്ക് എടുക്കണം, മല്ലപ്പുഴ കുഴപ്പമില്ല, സ്പീഡ് എടുക്കാം. സൈഡിൽ ചെറിയ ചെറിയ ഹമ്പുണ്ട്, മൈന്യൂട്ടാണ്, കാണൂല. ഞാൻ പറഞ്ഞേ സ്പീഡ് എടുത്ത ഡേഞ്ചർ അതൊന്നും നിൽക്കും. ഇവൻ മോയന്തൻ കേസ് ഇപ്പം എത്രക്ക് നമ്മ ഉമ്മം കൊടുത്തു. ഇവന് കുറച്ച് വലിയ കിസ്സായി ഇപ്പോൾ കേസ്. നിൽക്ക്, ഇതിന് ഉമ്മ പിന്നെ തരാട്ടാ, ഞാൻ പോന്നു. ഇപ്പം 5-10 ഉമ്മം കൊടുത്തിട്ടുണ്ടോ കേസ്. കുറേ പാറക്കും കുറേ ഡിവൈഡറിനും കേസ്. ഇത് വേറെ സ്പീഡിടും, കാരണം ഭയങ്കര ഇറക്കാണ്. വളയോ. ഓക്കെ, സ്പീഡ് കുഴപ്പമില്ല. എന്താ ഇവിടെ ഉണ്ടായി? ആരെ ഇവിടെ പടക്കം പൊട്ടിച്ചേ? ഇത് ഇവിടെ നാട്. വണ്ടി എടുക്കാൻ കഴിയോ നോക്കട്ടെ. ഞാൻ മറ്റേ അധികം സ്പീഡ് പോടാന്ന്, എല്ലാം എൻ്റെ തെറ്റാണ് ഗീസ്. ഇപ്പം ആർക്കും ഉമ്മം കൊടുത്തില്ല ഗീസ്, ഓട്ടോമാറ്റിക്കലി വന്നു വണ്ടി സ്റ്റാർട്ട്. ന്യൂട്രൽ then 4x4 ഗിയർ ഇടണം, അല്ലെങ്കിൽ കയറും തോന്നില്ല. ഡിഫറൻഷ്യൽ ലോക്ക് ഇട്ടു. കയറൂ വണ്ടി, കയറൂ വണ്ടി. ദൈവമേ, കയറ്. അല്ലെങ്കിൽ ടോ സർവീസ് ചെയ്തിട്ട് വരും. 750 രൂപ കൊടുക്കണം കേസ് ടോ സർവീസിന്. പോട്ട് മോനെ പോട്ട്, ചെയ്യല്ല പ്ലീസ്, പൈസ കൊടുക്കാൻ കഴിയുക. പോട്ട് കയറട്ടെ, അങ്ങനെ കയറട്ടെ. ഓ ലൈസ കയറട്ടെ, അങ്ങനെ മല്ല കയറി. തിരക്കൊന്നുമില്ല, മല്ല കയറി. മുക്കി ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടി ഇതേ മുക്കി കയറിയിട്ടുണ്ട്. എന്നെങ്കിൽ നമുക്ക് സ്പീഡ് എടുത്തല്ലേ കൺട്രോൾ കിട്ടില്ല, അതാണ് ചൊറ ഗൈസ്. അടുത്ത മഴ. ന്യൂട്രലിറ്റിക്ക ഇത് സേഫ്. ഓക്കെ, നൈസായിരുന്നത്. നമുക്ക് ഫുള്ളി ന്യൂട്രൽ ടേക്കാം, അത് സേഫ്. ആക്സിലേറ്റർ ചവിട്ടേണ്ടി വരും, സ്പീഡ് കയറുന്നില്ല. ഇവിടെ കുഴപ്പമില്ല ഗൈസ്, ഇവിടെ കൺട്രോൾ പിന്നെയും കിട്ടും. ഗൈസ് ഇത് നല്ല പെനാൽറ്റി ഉണ്ടാവൂ. ഒന്നുമില്ല ഗൈസ്,
ഇവിടെ നല്ല പെനാൽറ്റി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇപ്പം. ഡാമേജ് പെനാൽറ്റി, ടൈം പെനാൽറ്റി എത്ര ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഡാമേജ് പെനാൽറ്റി പിന്നെ ഉണ്ടാവും ഗൈസ്. ഇവിടെ ഒരു ഹമ്പ് വേണമല്ലോ. ഹാൻഡ് ബ്രേക്ക് ഇടാ. ഓക്കെ ഗൈസ്, ഹമ്പ് കഴിഞ്ഞിട്ടുണ്ട്. സ്മൂത്തായിരുന്നു ഗൈസ്, സ്പീഡിലൊന്നുകൊണ്ട് ഭയങ്കര സ്മൂത്തായിരുന്നു. മെല്ലെ 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 പയ്യെ പതിയെ 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 മുക്ക് മുക്ക് പതിയെ പതിയെ. പോടാ പോ നല്ല പോ. ഓർഡർ ചെയ്ത് തന്നിട്ട് മുട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഗൈസ്, ഒന്ന് ഡിവൈഡറിന് ചെറിയൊരു ഉമ്മ കൊടുത്ത, രണ്ട് ഉമ്മ കൊടുത്തു. ഇവിടെ സ്പീഡ് എടുക്കുക, കേസ് കൺട്രോൾ കിട്ടും. ലേശെങ്കിൽ കിട്ടാത്ത കൂല. ഇല്ലല്ല, ഇതേപോലത്തെ ഒരു അപ്പുറം ഒരു സ്ഥലമുണ്ട് കേസ്. അവിടെയൊന്നും ഹമ്പില്ലത്. മെല്ലെ 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 കണ്ട കേസ് കയറുന്നു, ഓട്ടോമാറ്റിക്കലി സ്പീഡാവൂ കേസ്. താഴേക്ക് പോകാൻ കഴിയുക, താഴെ ഫുള്ള് കൊക്ക കേസ്. നമുക്ക് ആ റൂട്ട് വഴി ഇറങ്ങേണ്ടത് ഇതേ കേസ്, ആ ഒരു വഴി ഇറങ്ങേണ്ടത് നമുക്ക് താഴേക്ക്. മോനെ സ്പീഡ് എടുത്തോ. യെസ്, ബ്രേക്ക് കിട്ടുന്നില്ലൊരു പ്രതീക്ഷയുണ്ട് കേസ്, അതുകൊണ്ട് ഞാൻ സ്പീഡ് പോകുന്നു. വളയാ വള 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 യെസ്, ഇവിടെ ഒരു ഹമ്പുണ്ട്. വള വള വള. ആ യെസ്, ഓൻ അങ്ങ് തോട്ടിലും ചാടി, ഉമ്മ കൊടുത്തി ചാടി കേസ്. ഇത് ഭയങ്കര ഫ്രഞ്ച് ആയിരുന്നു യെസ്. കേസ് നേരത്തെ ഇത്ര നമ്മ ഉമ്മ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. ഇത് നല്ലോണം ഉമ്മ കൊടുത്തു കേസ്. ഹമ്പുണ്ട്. ഓക്കെ സ്മൂത്ത്. ഓക്കെ കേസ്, ഓക്കെ ഹമ്പ് കഴിഞ്ഞു. ഇത് അത്ര ഉമ്മ നമ്മൾ കൊടുത്തു കേസ്. ഒരുത്തിന് ഉമ്മ കൊടുത്ത് പറക്കി തോട്ടിലെറിഞ്ഞു കേസ്. താഴെ ബ്ലോക്ക് കേസ്, നമുക്ക് അങ്ങ് സ്ഥലത്തേക്കാണ് വേണ്ടത് കേസ്. കിട്ടൊരു ഹമ്പ് ഇല്ലതുപോലെയുണ്ട്, പക്ഷേ അത് ഹമ്പല്ല കേസ്. കണ്ട ഹമ്പല്ല കേസ്. ഓൻ വന്നിട്ട് തന്നെ നമുക്ക് പോവാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വീശിയടിക്കേണ്ടി വരും. എൻ്റെ കാറെ നിൽക്കടാ നിൽക്കടാ നിൽക്കടാ, നിൽക്ക് നിൽക്ക്. ന്യൂട്രലിട്ട് പോയി, അതിന് അത്രേ പോകണ്ടു കേസ്. 2 മിനിറ്റ് അത്രേ പോകണ്ടു.
പയ്യെ പയ്യെ ഇവിടുന്ന് റൈറ്റ്. ബസ് ഈ ഒരു റാ പോലെയാണ് നമുക്ക് വരുന്നത്. ബ്രേക്ക് അയ്യോ. ഗൈസ് ഇപ്പോൾ ഒച്ച കിട്ടിയ ഗൈസ് പെട്ടെന്ന് ഡ്രിഫ്റ്റിലൊച്ചേ സ്കിഡിനോടൊപ്പം വളക്കുന്ന സ്കിഡിനോടൊപ്പം ബ്രേക്ക് പിടിക്കുന്നതാണ് ഗൈസ് ഒച്ച ഇട്ടത്. ഇപ്പോൾ ഒരു ഉമ്മ കൊടുക്കേണ്ട ഒഴിവായി ഗൈസ്. നമുക്ക് നമ്മുടെ സ്ഥലത്താനായി ഗൈസ്. ഈ ഒരു നേരെ കാണുന്ന ഒരു ബിൽഡിങ്ങിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതെ ഗൈസ്. പെട്രോൾ ഡീസൽ വേണ്ട. ഓക്കെ. ഇല്ല ഗൈസ്, നേരത്തെ അത്ര മറ്റേ ഡാമേജ് പെനാൽറ്റി ആയിട്ടാ. അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് 1446 രൂപ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം ഗൈസ്. പെട്രോൾ പമ്പിലൊക്കെ കിട്ടും. ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് പെട്രോൾ പമ്പിലൊക്കെ വെക്കാം. അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്യാം. പമ്പിൽ സ്ഥലം ഉണ്ട് ഗൈസ്. അങ്ങ് ബാക്കിൽ മൂട്ടിൽ കൊണ്ടേ വെക്കാം. നമ്മൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മളുടെ പെട്രോൾ പമ്പിൻ്റെ മൂട്ട് വരുന്നത്. നേരത്തെ തുടങ്ങുമ്പോണ്ടായ വണ്ടി ഈ വണ്ടി നോക്കിയേ. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എഴുതിച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.